പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാതെ പുറത്തു നിർത്തി എന്ന രീതിയിൽ തെറ്റായ റിപ്പോർട്ട് കൊടുത്ത വർഗീയതയ്ക്ക് വളമിട്ട ഉദ്യോഗസ്ഥരെയും സംഘടനകളെയും കണ്ടെത്തി നിയമ നടപടിക്ക് വിധേയരാക്കണമെന്നാവശ്യപ്പെട്ട വോയിസ് ഓഫ് നൺസ് പിന്നെ പ്രവർത്തിച്ച ഈ കുടിലബുദ്ധി ആരുടേതാണെന്ന് ചോദിച്ചു. സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടാതെ എങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് വാർത്താസമ്മേളനം നടത്താൻ ഹൈബീഡൻ എംപിക്ക് കഴിഞ്ഞുവെന്നും വോയിസ് ഓഫ് നൺസ് ചോദ്യം ആവർത്തിച്ചു. അതേസമയം വിദ്യാർത്ഥിനിയുടെ പിതാവുമായി എംപി നടത്തിയ ചർച്ച തീർച്ചയായും പ്രശ്നപരിഹാര സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. കോടതിയുടെ മുൻപിലുള്ള വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കോടതികളുടെ 2018-2022 വർഷങ്ങളിലെ സുപ്രധാന വിധികളെ മാനിക്കാതെ എങ്ങനെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാനും നിലവിലെ കോടതി വിധിക്ക് വിരുദ്ധമായി ഉത്തരവ് നൽകാനും കഴിയുമെന്നും പ്രസ്താവനയിലെ മറ്റൊരു പ്രസക്തമായ ചോദ്യമായി. കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക, അവരെ മൂല്യബോധമുള്ള പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരിക, ഇതാണ് വിദ്യാഭ്യാസ രംഗത്ത് സജീവമായ ഞങ്ങളുടെ സമർപ്പിതർ ചെയ്തു വരുന്നത്. തട്ടമിട്ടാലും തട്ടമിട്ടില്ലേലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അറിവും സ്നേഹവും നൽകാൻ ശ്രമിക്കും. പക്ഷേ ആൾക്കൂട്ടങ്ങളുടെ ആരവം കൊണ്ട് ഭയപ്പെടുത്തി മതവ്യത്യാസങ്ങൾ വളർത്തി ക്യാമ്പസുകളെ വിഭജിതമാക്കാം എന്ന തൽപരകക്ഷികളുടെ സമീപനത്തെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നും വ്യക്തമായ നിലപാടും വോയിസ് ഓഫ് നൺസ് അറിയിച്ചു. ഇവിടുത്തെ വിഷയം ഹിജാബോ വസ്ത്രധാരണമോ അല്ല, സാമൂഹിക ഐക്യവും സമത്വവും സാഹോദര്യവുമാണ്. സൗഹൃദത്തിലും തുറവിയിലും ആദരവിലുമുള്ള സമീപനങ്ങളെ ഇല്ലാതാക്കാം എന്നാരും കരുതരുത്. അടിസ്ഥാനപരമായി ഇത്തരം മതങ്ങളോടുള്ള ആദരവിൻ്റെ സമീപനമാണ് ഞങ്ങളുടേത്. അത് ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും മാറ്റിയെടുക്കാമെന്നും ആരും കരുതരുത്. നമ്മെ അകറ്റുന്ന വിഭാഗീയതയുടെ മതിൽക്കെട്ടുകളല്ല, നമ്മെ ഒരുമിപ്പിക്കുന്ന സാഹോദര്യത്തിൻ്റെ പാലങ്ങളാണ് നാം പണിയേണ്ടതെന്നും വോയിസ് ഓഫ് നൺസ് ഓർമ്മപ്പെടുത്തി. ഷെക്കന ന്യൂസ്, കൊച്ചി.